ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. മലയാളികളുടെ ഫേവറേറ്റ് അല്ലേ നെയ്യപ്പം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 5 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര ഒന്ന് കുത്തി പൊട്ടിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം മാതിരി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പത്തിരിപ്പൊടി എടുക്കുമ്പോൾ അതിലേക്ക് അതിൻ്റെ പകുതി 1 കപ്പ് മൈദാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒരു തരിപ്പയിൽ കൂടി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി ശർക്കരപ്പാനി ഒഴിക്കുമ്പോഴാണ് ആരോട് കൂടിയിട്ടുള്ള നെയ്യപ്പം കിട്ടുക. ഇതിലേക്ക് കട്ടി കൂടുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പകുതി മാവാണ് ആദ്യം ഒഴിക്കുന്നത്. അങ്ങനെ 2 പ്രാവശ്യവും ഒഴിച്ചു കൊടുത്ത് നന്നായി അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ മാവ് ഒന്ന് അയഞ്ഞു വരും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് ചേർത്തിരിക്കുന്നത്. മിക്സിയിൽ അടിക്കുമ്പോൾ റവ ഇട്ട് കൊടുക്കരുത്. അടിച്ചതിന് ശേഷം വേണം റവ ചേർക്കാൻ. നമ്മൾ നെയ്യപ്പൊക്കെ കഴിക്കുമ്പോൾ നല്ല തരിതരിയായിട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് റവ ഇങ്ങനെ ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ ജീരകപ്പൊടി ചേർക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഇനി 2 നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കരപ്പാനി ചൂടോടുകൂടി ഒഴിച്ചുകൊണ്ട് തന്നെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി കുഴിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്വാദ് ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ ഓയിലും ഉപയോഗിക്കാവുന്നതാണ്.
നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോ തവി മാവും കോരി ഒഴിക്കാം. ഞാനിവിടെ 3/4 തവിയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊന്തി വരും. ഇതിലേക്ക് എണ്ണ ഒന്ന് നടുവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നെയ്യപ്പം റെഡിയാക്കി എടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളു വെന്ത് കിട്ടില്ല. അതേമാതിരി മാവ് അധികം കട്ടിയാകാനും പാടില്ല. മാവ് കട്ടിയായിട്ട് വരികയാണെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല. ഒരു ഒഴുകുന്ന പരുവത്തിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ ഞാനിവിടെ എല്ലാ അപ്പവും റെഡിയാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയാണ് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വലത്ത് വശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.